വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 3യുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഡെവലപ്മെന്റ് വരയ്ക്കുന്നത് എന്നുള്ള വരെയാണ് പ്രീവിയസ് വീഡിയോസിൽ നോക്കിയത്. ഈ വീഡിയോ നമ്മളൊരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻ, അതായത് സെക്ഷന്റെ സോളിഡിന്റെ ഡെവലപ്മെന്റ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്കൊരു പ്രിസം കട്ട് ചെയ്യുന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ: A pentagonal prism of side 25 mm and height 60 mm rests on one of its end faces on HP. It is cut by a plane perpendicular to VP and inclined to HP at 30 degree and meeting the axis at mid height. Draw the development of all the surface of the lower portion of the prism. നോർമലി നമ്മൾ സെക്ഷന്റെ ക്വസ്റ്റ്യൻസിൽ കാണുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ബേസ് ഫിഗർ ഫിക്സ് ചെയ്യാനായിട്ട് പെന്റാഗണൽ പ്രിസം എന്ന് പറഞ്ഞിട്ടുണ്ട്, HP റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ബേസ് ഫിഗർ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ദെൻ കട്ട് ചെയ്യുന്ന സെക്ഷൻ പ്ലെയിന്റെ കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ബേസ് ഫിഗർ അറിയാം. ബേസ് ഫിഗർ കഴിയുമ്പോൾ പെന്റാഗണൽ പ്രിസം ആണ്. സൈഡ് 25 mm, ഹൈറ്റ് 60 mm. എക്സ്എൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസ് സൈഡ് എന്ന് പറയുന്നത് 25 mm ആണ്. കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് എൻഡ് ഫേസ് പെർപെൻഡിക്കുലർ ടു VP എന്നോ ഇൻക്ലൈൻഡ് ടു VP അങ്ങനെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെയാണെങ്കിലും ബേസ് ഫിഗർ എടുക്കാം. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വേണ്ട ബേസ് ഫിഗർ സെറ്റ് ചെയ്യാം. നമുക്ക് 1 എഡ്ജ് പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിൽ വരയ്ക്കാം. രണ്ട് ബൈസെക്ടർ നമുക്ക് സെന്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെന്റർ എടുക്കണം. ആക്സിസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. 60 mm മുകളിലേക്ക് ആക്സിസ് മാർക്ക് ചെയ്യാം. ബേസ് ഫിഗർ ഏകദേശം കംപ്ലീറ്റ് ആയി. നെയിമിംഗ് കൂടെ ചെയ്യാം.
ഈ നെയിമിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് കട്ട് ബൈ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇൻക്ലൈൻ ടു എച്ച് പി അറ്റ് 30 ഡിഗ്രി ആംഗിൾ ആണ്. മീറ്റിംഗ് ദ ആക്സിസ് അറ്റ് മിഡ് ഹൈറ്റ്, അതായത് പിന്നെ നേരെ മിഡ് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ആക്സിസിൽ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. 30 mm, ടോട്ടൽ 60 ആണ്. 30 mm ആണ് മിഡ് പോയിന്റ് വരുന്നത്. ദെൻ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 30 ഡിഗ്രിയാണ് ആംഗിൾ. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ 30 ഡിഗ്രി എടുത്ത് രണ്ട് സൈഡിലേക്ക് നമ്മൾ എടുക്കാം. ഇത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ കണ്ടീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി എടുക്കാം. ഈ സൈഡിലേക്കാണ് 30 ഡിഗ്രി എടുക്കുന്നത്. ഇനി ഇവിടെ സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റേഷൻ, പ്രീവിയസ് വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് സെക്ഷൻ പ്ലെയിൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെപ്രസെന്റേഷൻ കൊടുക്കാം. നമുക്കറിയാം എൻഡ് പോർഷൻസ് ഡാർക്ക് ആക്കും എന്നുള്ളത്. VT നമ്മൾ മാർക്ക് ചെയ്യുക. ദെൻ മുകളിലോട്ടുള്ള സോളിഡ്സ് എല്ലാം ഡോട്ടഡ് ആക്കണം. ഇതുവരെ ചെയ്തൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതേ സെയിം രീതിയിലാണ്. ഇതും ആക്ച്വലി ഡോട്ടഡ് ആയിരുന്നു. ആദ്യം അത് ഡാർക്കായിട്ട് മാർക്ക് ചെയ്ത് ആദ്യം നമ്മളെപ്പോഴും തിൻ ലൈൻസ് തന്നെ വേണം വരയ്ക്കാൻ. ഡെവലപ്മെന്റ് ഡോട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും കറക്റ്റാക്കി തന്നെ വരച്ചു പോവുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്തു. ഡയമെൻഷനിങ് ഡിഗ്രി ഏത് പോയിന്റാണ് മീറ്റ് ചെയ്യുന്നത് ഡയമെൻഷൻ ചെയ്യണം. ഇതൊക്കെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെക്ഷന്റെ ക്വസ്റ്റ്യനിൽ ചെയ്ത് സെയിം കാര്യങ്ങളാണ് ഇതുവരെ ചെയ്യുന്നത്. അതായത് ട്രൂ ഷേപ്പ് വേണ്ടാന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേണം. അവിടെ ട്രൂ ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും അതിന് പകരം ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്തു. നെക്സ്റ്റ് സെക്ഷൻ ചെയ്ത പോയിന്റ്സ് എങ്ങനെ നെയിം ചെയ്യും. ഫസ്റ്റ് API കട്ട് ചെയ്യുന്ന പോയിന്റ് 1 ഫ്രണ്ട് കണ്ട് പറഞ്ഞാൽ, ദെൻ B 2 dash 3 dash ബാക്കിൽ വേറെ പോയിന്റുണ്ട് 4 dash ഇവിടെ 2 പോയിന്റ് 5 dash 5 പോയിന്റ്സ് കിട്ടി. ഈ പോയിന്റ്സ് ഒക്കെ നേരെ ടോപ്പിലിരിക്കും. സെക്ഷൻ ടോപ്പിൽ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ വരച്ചു പോകാൻ നമുക്ക്. ഇപ്പൊ ഫുള്ള് ബേസ് കട്ട് ചെയ്യാതെ ഫുള്ള് പോയിരിക്കുന്നതുകൊണ്ട് എന്തായാലും ടോപ്പിൽ ഫുള്ള് ഷെയ്ഡഡ് ആയിരിക്കും. ആ ടോപ്പിലേക്ക് വരുമ്പോൾ ഫുള്ളി ഷെയ്ഡഡ് ടോപ്പി തന്നെ ആയിരിക്കും വരിക. കാരണം ബേസിൽ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പോയിന്റ്സ് ഒക്കെ ഡയറക്റ്റ്ലി താഴേക്ക് വരുമ്പോൾ എല്ലാ സൈഡിലും പോയിന്റ്സ് വരും. വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, കാരണം സെക്ഷണൽ ടോപ്പിക് ക്വസ്റ്റ്യൻ ചോദിക്കാത്തതുകൊണ്ട് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ സമയം ഉണ്ടെങ്കിൽ വരയ്ക്കാം. ദെൻ ഇതിന്റെ ഡെവലപ്മെന്റ് നമുക്കറിയാം, പാരലൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നേരെ പാരലായിട്ട് വരച്ചങ്ങ് പോവാം. ഇനി ഫസ്റ്റ് ലൈൻ ഫിക്സ് ചെയ്യാം. ലെഫ്റ്റ് എൻഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറയുന്നത് 25 ആയിരുന്നു. 25 ഇൻറ്റു പെൻഡാണ്, അപ്പോൾ 25 ഇൻറ്റു 5 ആണ് ടോട്ടൽ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് വരിക. 25 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 125 mm വരും. ഓക്കെ, സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് 125 വേണം. 25 നമുക്ക് മാർക്കിങ്സ് ഇട്ട് പോകാം. 25 ടോട്ടൽ 125 mm ആണ്.
ഇത്ര വരയ്ക്കുമ്പോൾ സെക്ഷൻ ചെയ്യാത്ത സോളിഡിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇവിടെ മാർക്ക് ചെയ്യാം. നമ്മൾ ഏറ്റവും കുറഞ്ഞ റിമൈനിങ് പോർഷൻ ഉള്ളത് AP എന്നുള്ള ലൈനാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തേക്ക് നമ്മൾ ചെയ്ത പോലെ തന്നെ A പിന്നെ ഔട്ടർ ലൈൻ വരും. കാരണം വിസിബിൾ സൈഡാണ്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് AP തന്നെയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്ത പോയിന്റ്സ്, അതായത് സെക്ഷൻ പോയിന്റ്സിനെ എല്ലാം നമ്മൾ ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ പറഞ്ഞു പാരലൽ ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ AP-യിലെ പോയിന്റ് ആണ് 1. ഈ പോയിന്റ് 1-നെ ഇവിടെ ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ AP-യിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. പാരലൽ ലൈൻ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ്, ഡയറക്ട്ലി പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് പോയിന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നേരെ 1-ലേക്ക് പാരലൽ ലൈൻസ് വരയ്ക്കണം. 1-ലേക്കല്ല AP-യിലേക്ക് വരയ്ക്കണം. 1 എന്ന് പറഞ്ഞാൽ AP ആണ്. 2 AP ഉള്ളതുകൊണ്ട് 2 AP-യിലേക്കും വരയ്ക്കണം. 5 എന്ന് പറഞ്ഞാൽ ET ആണ്. ET ലൈനിലേക്കും വരയ്ക്കണം. അപ്പൊ നമുക്ക് 1, 5 മാർക്ക്. ഇതാണ് 1. 2 AP ഉണ്ട്. അപ്പൊ ഇവിടെ 1 വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് 5 വരും. അപ്പൊ ഇങ്ങനെയാണ് ഓരോ പോയിന്റ്സും ലൊക്കേറ്റ് ചെയ്യുക. 1ഉം 5ഉം വന്നു. ദെൻ അടുത്ത് വരുന്നത് 2ഉം 4ഉം വരുന്നത് BQ-ലാണ്. BQ DS 2 നേരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ BQ-യിലേക്കും DS-ലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. BQ-ൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. DS-ൽ മീറ്റ് ചെയ്യുന്നത് 4 ആണ്. 3 എന്നുള്ള പോയിന്റ് CR-ലെ പോയിന്റ് ആണ്. നേരെ CR-ലേക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ നേരെ CR എന്നുള്ള ലൈനിലേക്ക് വേണം വരയ്ക്കുക. 3 എന്നുള്ള പോയിന്റും കിട്ടി. നമ്മൾ ടോപ്പ് പോർഷൻ ആണ് എപ്പോഴും റിമൂവ് ചെയ്യുന്നത്. നമ്മൾ ബോട്ടം പോർഷൻസ് ഡാർക്ക് ആക്കി വരയ്ക്കണം. ടോപ്പ് പോർഷൻസ് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഡോട്ടർ ഒന്നും ആക്കണ്ട, ഡാർക്ക് ആക്കിയാൽ മതി. ഓക്കെ, ഇനി ബോട്ടം റിമൈനിങ് പോർഷൻസ് ഡാർക്ക് ആക്കാം. ഇതാണ് നമുക്ക് ആക്ച്വലി വേണ്ട ഡെവലപ്മെന്റ്. ആയതുകൊണ്ട് തന്നെ ഈ ഇന്റർമീഡിയറ്റ് ലൈൻസ് നമുക്ക് ഡാർക്ക് ആയിട്ട് വരയ്ക്കാം. കാരണം അവിടെ നിന്ന് ഫോൾഡ് ചെയ്യാനുള്ളതാണ്. നമുക്കത് ഡാർക്ക് ആക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സെക്ഷൻ ചെയ്തൊരു സോളിഡ്. അതായത് ഈ ഒരു സോളിഡ് കട്ട് ചെയ്ത് എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രിസത്തിന്റെ കേസിൽ ഡെവലപ്മെന്റ് വരയ്ക്കുക. നമ്മൾ പാരലൽ ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്ത് അതിന്റെ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വരച്ച് ദെൻ പോയിന്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. നേരെ പാരലൽ വരച്ച് ട്രാൻസ്ഫർ ചെയ്തു. ഇനി പാരലൽ വരയ്ക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ ഈ ലെങ്ത് മെഷർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇപ്പൊ P എന്നുള്ള ഈ ലെങ്ത് മെഷർ ചെയ്ത് ഈ P എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ P ഇല്ല 1 എന്നുള്ള പോയിന്റ് കിട്ടും. നേരെ വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്ത കേസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.